ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ ക്രൗൺ കേക്കാണ്. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇൻഷാല്ലാ ഇനി മുതൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. എല്ലാ ദിവസവും 12:45 വീഡിയോസ് പോസ്റ്റ് ചെയ്യാനെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ക്രൗൺ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമേ തന്നെ ഒരു കേക്ക് ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ സാധാരണ ഒരു കേക്ക് സ്പഞ്ച് കേക്ക് വാനില സ്പഞ്ച് കേക്കാണ് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ സ്പഞ്ച് കേക്കിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതുപോലെ തന്നെ ഐ കാർഡായിട്ടും കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളത് ഓരോ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ ആ കേക്ക്. അതിനുശേഷം നമ്മൾ താഴത്തൊരു ഗോൾഡൻ കളറ് കേക്ക് ബോർഡ് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ചൊരു ക്രീമാക്കി കൊടുത്തു കേട്ടോ. ഈ കേക്ക് തെന്നി മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് മുകളിൽ നമ്മളൊരു ഫസ്റ്റ് ലെയറായിട്ട് കേക്ക് വെച്ച് കൊടുത്തു. പിന്നെ നമ്മളൊന്ന് വെറ്റ് ചെയ്തെടുത്തു കേട്ടോ. നമ്മൾ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തെടുത്തു. ഷുഗർ സിറപ്പിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് വിപ്പിഡ് ക്രീം അപ്ലൈ ചെയ്തു. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ചൊരു ചോക്കോ ചിപ്സ് ആണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. വൈറ്റ് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുത്തു. പിന്നെ അത് അടുത്തത് ലെയർ 3 ലെയറായിട്ടായിരുന്നു കേട്ടോ ഞാൻ ആ ഒരൊറ്റ നമ്മുടെ ബേസ് കേക്ക് ഉണ്ടല്ലോ അത് കട്ട് ചെയ്തെടുത്തത്. പിന്നെ അടുത്ത ലെയർ, അങ്ങനെ ഇതെല്ലാ ലെയറും ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. മേളത്തെ ലെയറിൽ മാത്രം നമ്മൾ ചോക്കോ ചിപ്സ് ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് സൈഡും ഒക്കെ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. നമ്മൾ ക്രം കോട്ടിങ് ചെയ്തെടുക്കില്ലേ, അതുപോലെ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിലിട്ട് വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കേക്ക് ഉണ്ടാക്കലാണെങ്കിലും നേരത്തെയൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നായിരുന്നു. ഇപ്പോൾ മോളുണ്ടായ പിന്നെ ഇതിനൊന്നും സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ ഇതൊന്നും ചെയ്യലൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഉണ്ടാക്കാറുള്ളൂ. അല്ലാതെ പുറത്തേക്ക് ആൾക്കാർക്കൊന്നും ഉണ്ടാക്കി കൊടുക്കണമൊന്നുമില്ല കേട്ടോ. ഇപ്പം അതിനോട് പിന്നെ കേക്കിൻ്റെയൊക്കെ ഒരു ടച്ച് വിട്ടു എന്ന് തന്നെ വേണം പറയാനായിട്ട്. പിന്നെ ഞാനിതിന് വേണ്ടിയിട്ട് ഒരു ക്രൗൺ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്രൗണൊക്കെ വേണമെങ്കിൽ മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. കടയിൽ നിന്ന് ഷോപ്പിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ ഭയങ്കര റേറ്റാണ്. പിന്നെ അത് തന്നെയല്ല, ആൺകുട്ടികളുടെ ക്രൗൺ കിട്ടാൻ ഇത്തിരി പാടാട്ടോ. പിന്നെ അത് കൂടാണ്ട് നമുക്ക് വേണമെങ്കിൽ ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ ഫോണ്ടൻ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കണമെങ്കിലും ഫോണ്ടൻ്റ് മേടിക്കണം. അപ്പോൾ ഇത് വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത എന്താ പറയുക, നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റിയൊരു കേക്കാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ എന്നാണ് പറയാം. അപ്പോൾ ഇത് ഞാൻ ആദ്യം 5 ഇഞ്ച് വെച്ചിട്ട് എടുത്തു നോക്കി കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് 5 ഇഞ്ചിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. അത് നമ്മുടെ ഫോം ഷീറ്റ് ഉണ്ടല്ലോ, ഫോം ഷീറ്റ്, ഗോൾഡൻ കളർ ഫോം ഷീറ്റാണ് ഇത് എടുത്തിരിക്കുന്നത്. ഗ്ലിറ്റർ ഫോം ഷീറ്റ് അങ്ങനെ പറയണത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ വന്നിട്ട് നമ്മുടെ ഒരു സ്ക്വയറിൻ്റെ ആ ഒരു കട്ട് വെച്ചിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് എത്തിച്ചാൽ മതി. പക്ഷേ 5 ഇഞ്ചിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമുക്കൊരു 3 ഇഞ്ചിൻ്റെ വീതി മതി കേട്ടോ. ഞാനിത് 5 ഇഞ്ച് ആദ്യം എടുത്തിട്ട് പിന്നെ ഞാനത് കട്ട് ചെയ്ത് കളയുക കേട്ടോ ചെയ്തത്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കേക്ക് ഉണ്ടാക്കാണ്ടിരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നാളെ തുമ്പ ഉണ്ടാക്കി കഴിയുമ്പോഴൊക്കെ ആദ്യം ഒരു പെപ്പരൊക്കെയാണ്. പിന്നെ ഇതാ ഇതിൻ്റെ മുകളിൽ കൂടെയൊക്കെ കുറച്ചൊരു എന്താ പറയുക, കുറച്ച് നമ്മുടെ സ്റ്റോൺസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വെച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പിന്നെ ഇവിടെ സ്റ്റാപ്ലറായിട്ട് അടിക്കണം. സ്റ്റാപ്ലർ അല്ലെങ്കിൽ സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിച്ച് വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിത് പറഞ്ഞല്ലോ, ഇതിപ്പോൾ 5 ഇഞ്ചാണ് കാണുന്നത്. ഇത് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 3 ഇഞ്ചിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒരു 3 ഇഞ്ചൊക്കെ എടുത്തേച്ചാൽ മതി കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ. അത്രയും ഒരു ഹൈറ്റൊക്കെ ഉണ്ട്. എന്നാലും ഇതിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഹൈറ്റായിട്ട് തോന്നും. അപ്പോൾ അതായത് കണ്ടില്ലേ, നമ്മുടെ ക്രൗൺ റെഡി ആയിട്ടുണ്ട്. ആൺകുട്ടികളുടെ ക്രൗണാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് പെൺകുട്ടികളുടെ ആണെങ്കിൽ റെഡിമെയ്ഡ് കുറച്ചുകൂടെ നല്ലതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതാ നമ്മുടെ കേക്ക് ഞാൻ ഫ്രീസറിലായിരുന്നു കേട്ടോ ഞാൻ വെച്ചിരുന്നത്. കാരണം ഞാനൊരു 10 മിനിറ്റൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഫ്രീസറിൽ നിന്ന് എടുത്തു. അങ്ങനെ നമ്മൾ ആ ക്രൗൺ കട്ട് ചെയ്യുന്ന ഒരു സമയം മാത്രമേ ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചുള്ളൂ. എന്നിട്ട് ഇതിനി നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ക്രീം അപ്ലൈ ചെയ്ത് നല്ലപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. ഭയങ്കര ഷാർപ്പ് അഡ്ജസ്റ്റ് ഒന്നും ആക്കിയിട്ടൊന്നും എടുക്കണില്ല. എന്നാലും വലിയൊരു കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ക്രീം കഴിവതും റിച്ച് ഗോൾഡ് തന്നെയാണ് എടുക്കാറുള്ളൂ. പിന്നെ റിച്ച് ഗോൾഡ് കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് വേറെ ഏതെങ്കിലുമൊക്കെ ക്രീം ഉപയോഗിക്കാറുള്ളൂ കേട്ടോ. പിന്നെ റിച്ച് ഗോൾഡിൻ്റെ അത്രയും ടേസ്റ്റ് എനിക്കറിയില്ല, വേറെ ഒന്നിനും എനിക്ക് തോന്നിയിട്ടില്ല. നല്ല അപ്പം നമ്മൾ സെയിലൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത്
കൊടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് കസ്റ്റമേഴ്സിനെയൊക്കെ എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. മറ്റേ നമ്മൾ അത്ര ടേസ്റ്റ് ഇല്ലാത്ത ക്രീമൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കേക്കിനും ആ ഒരു ക്വാളിറ്റിയിലേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ കഴിവതും എല്ലാം കേക്കൊക്കെ സെയിൽ ചെയ്യണവരൊക്കെ ആണെങ്കിൽ റിച്ച് ഗോൾഡ് നല്ല എന്താ പറയുക, നല്ല സംഭവങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കുക കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയൊരു ഇത് വെച്ചിട്ടിങ്ങനെ നമ്മൾ എഡ്ജസ്റ്റൊക്കെ ഇങ്ങനെ കറക്റ്റാക്കി ഷാർപ്പൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടുതലാണെന്നോ അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നത് ഭയങ്കര സ്ലോ ആണെന്നൊക്കെ തോന്നുകയാണെങ്കിൽ ആ പ്ലേ ബാക്ക് സ്പീഡ് ഒന്ന് കൂട്ടിയിട്ടിട്ട് കാണുക കേട്ടോ. 1.5 അല്ല 1.25 1.5 അങ്ങനെയൊക്കെ നോർമൽ 1.5 1.25 അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒന്ന് കൂട്ടിയിട്ട് കേൾക്കുക കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് അത്ര ഒരു ചിലവർക്കൊക്കെ അധിക സമയമൊന്നും ഇപ്പോൾ എല്ലാവർക്കും തന്നെ സമയക്കുറവും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെയാണെങ്കിലും വീഡിയോസ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക കേട്ടോ എല്ലാവരും. അപ്പോൾ കാണുമ്പോൾ ഇതുപോലെ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടിട്ട് കാണുക, നമുക്ക് സമയം കുറവുള്ളവരൊക്കെ. പിന്നെന്താണ്, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലായിട്ട് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതുപോലെ, അതായത് പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റത്ത് നമ്മുടെ മൈലാഞ്ചിയൊക്കെ ഇടില്ലേ എന്ന് പറഞ്ഞ പോലെ ചെറിയൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ഡിസൈൻ വച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ചെറിയ ഗോൾഡൻ ബീഡ്സ് ഉണ്ടല്ലോ, അതായത് എഡിബിൾ ഗോൾഡൻ ബീഡ്സ് അത് വച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഒരു ഡിസൈൻ വെച്ചിരിക്കുന്നത്. പിന്നെ മുകളിൽ ആ ക്രൗൺ വെച്ച് കൊടുത്തു. പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അഹ്മ എന്നുള്ള പേര് വെച്ച് കൊടുത്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ആ ഒരു ഇത് നമുക്ക് ഷോപ്പിലൊക്കെ അവൈലബിൾ ആണ്. അത് കേക്ക് ടോപ്പറായിട്ടുള്ള ഒരു ഹാപ്പി ബർത്ത്ഡേ അത് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേക്കിൻ്റെ കേട്ടോ. അപ്പോൾ ഇതാ ഇനി പിന്നെ കേക്ക് കട്ട് ചെയ്തെടുക്കുക, കുട്ടികൾ കഴിക്കലും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ നമ്മുടെ ബർത്ത്ഡേക്ക് അധികം ഒരു സെലിബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ വീട്ടിലുള്ളവർ തന്നെ നമ്മളൊരു സന്തോഷം അത്രയേ ഉള്ളൂ കേട്ടോ. വലിയൊരു സംഭവമായിട്ടുള്ളൊരു ഇതൊന്നുമല്ല, ജസ്റ്റ് ഒരു കേക്ക് കട്ട് ചെയ്യണു അത്രയേ ഉള്ളൂ, ചെറിയൊരു സന്തോഷം. അപ്പോൾ ആ ഒരു ചെറിയ സന്തോഷം നിങ്ങളായിട്ടും കൂടി ഷെയർ ചെയ്യുന്നു അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ ഒരു കേക്കിൻ്റെ ഒരു ഡെക്കറേഷനും ആണല്ലോ, അപ്പോൾ അതൊരു ഐഡിയ ആയിട്ട് കിട്ടുകയും ചെയ്തോളൂല്ലോ എന്ന് കരുതിയാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണത്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാവണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.